വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേക്ക് പോരെ. പറഞ്ഞ ഇല്ല, ഈ തുടക്കം എങ്ങനെ എനിക്ക് ഉറങ്ങി. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ഇന്നലെ രാത്രി അയ്യേച്ചേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ, എന്തിനെ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം, മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്നും അറിയാം. അയ്യേ, രാമഭദ്രനൊന്നുമല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്, അതാ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റെ ഇടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. എന്താ കാര്യം? എടാ, അവൾ എന്താ പറഞ്ഞെന്ന്? അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ? നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലോ? വാങ്ങിക്കണം. നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 മോനാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അത് തന്നെയാ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ലാൻ. മാലു, എക്സ്ക്യൂസ് മീ. ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. എന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യമൊന്നും വേണ്ട. മാലു പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വിയർത്തു? എളുപ്പം സത്യം ചെയ്, സത്യം ചെയ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ. രാമഭദ്രം എന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. സത്യം. ഓക്കെ. ഇവിടെ നിർത്തിയാ മതി, ഞാൻ ഇറങ്ങിക്കോളാം. ഇളയച്ചൻ വന്നിട്ട് അധിക നേരമായോ? ഇളയച്ചൻ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അകത്തുകൊണ്ട് വയ്ക്ക്. ഇല്ല, ഇളയച്ചൻ വന്നേ. എന്താ സത്യം ഇളയച്ചൻ അറിയണം. പിന്നെ പറഞ്ഞാൽ മതി പറഞ്ഞില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? 500 മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുണ ഉണ്ടെങ്കിൽ വെട്ടണം.
ഞങ്ങളുടെ രാമോദരനെ തന്നെ ആരാ? വേണ്ട, ഇത് ഞങ്ങൾ 500 ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാൻ. രാമോദര വേണ്ട വേണ്ട പറഞ്ഞേക്കും. വീരാ വീരാ അങ്ങോട്ട് മാറാം അങ്ങോട്ട് മാറാം. മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. രാമോദര വേണ്ടടാ. പട്ടി നിന്നെ ഒന്ന് കൊല്ലണം. അതിൽ ചത്തുപോയതിന് തന്തയോട് വരാൻ പറയണം. മതിയുടെ രാമോദര ഇടൂലടാ. പേര് വീരനാണെങ്കിൽ നിന്നെ ഞാൻ ഇടൂലടാ. പട്ടി എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോ. ഇളയച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ അയാളോട് വടക്കിന് പോയ എന്തിനാ? ഇളയച്ചന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ. അത്രയ്ക്ക് വിട്ടിയാണോ ഞാൻ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടില്ല. അച്ചമ്മ പറഞ്ഞിട്ടാ 500 മക്കളെയും തമ്മിൽ തല്ലിക്കാൻ. എന്റെ ദൈവമേ, എടി നിന്റെ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്തും കേട്ടിട്ട് നീ എടി 500 മക്കൾ ആരാണ് നിന്റെ വിചാരം? അവന്മാരെങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല, രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടുവരും. ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മയ്ക്ക്. എടി നിനക്കറിയാവോ, ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു. 500 മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ. അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്നറിയാവോ? മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു. അതിലും വലിയ ദ്രോഹമൊന്നും ഈ 500 നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ. അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയില് 500 ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ. പെരുവഴി കിടന്ന 500 ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടാക്കിയായിരുന്നു 500. അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം. ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ ബാക്കിയുള്ളവരും കൂടെ വെട്ടിച്ചാകണോ? പറ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. ഇല്ല ഇളയച്ച, ഞാനിനി ഒന്നിനുമില്ല. പക്ഷെ ഇളയച്ചൻ പോയി വീട്ടിൽ പറഞ്ഞ് ബഹളത്തിന് നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാരും കൂടെ നിന്നെ എടുത്തിട്ട് തല്ലും, എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലിരുത്തും. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നോണ്ടിയെല്ലാം അവന്റെ ചേട്ടന്മാര്.